നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിയാണ്. ആളെത്രയെന്നതല്ല ചോദ്യം. ഞാനിവിടെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ എന്നെ എതിരേറ്റത് നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വിളഞ്ഞു കിടക്കുകയാണ് കളിമൺ പാത്രങ്ങളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചീരയാണ്. എത്രയാണ് ചീര! എനിക്ക് ഇറച്ചി കണ്ടാലും മീന് കണ്ടാലും വായിന്ന് വെള്ളം വരില്ല, പക്ഷെ ചീര കണ്ട വായിന്ന് വെള്ളം വരും. എനിക്ക് സത്യത്തിൽ വായിന്ന് വെള്ളം വന്നു. ആ വായിലെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് അതിസുന്ദരമായിട്ട് ഇവിടുത്തെ അധ്യാപകരുടെ കലാസൃഷ്ടി ബത്തക്ക വള്ളംകളിയിൽ തുഴയുന്ന വള്ളത്തിന്റെ മാതൃകയിൽ ബത്തക്ക മുറിച്ച് വെച്ചിരുന്നു. അത് തിന്നപ്പോ എന്റെ വായിലെ വെള്ളം വറ്റി. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള എണ്ണമല്ല പ്രധാനം, അതിന്റെ മൂല്യമാണ് പ്രധാനം. 75 വർഷം എന്ന് പറയുന്നത് വലിയ കാലഘട്ടമൊന്നുമല്ല. പക്ഷെ കേരള സംസ്ഥാനം ഉണ്ടാകുന്നതിന് 5 കൊല്ലം മുമ്പ് ഈ സ്കൂൾ ഉണ്ടായി. അപ്പോ കേരള പെണ്ണിനേക്കാൾ വയസ്സുള്ള പെണ്ണാണ് ആര്? കേരളത്തെക്കാൾ വയസ്സുണ്ട് DKM ഹൈസ്കൂളിന്. ഈ ഹൈസ്കൂളിന്റെ ഏറ്റവും വലിയ മഹത്വം ഇതിന്റെ സാംസ്കാരിക ഗരിമയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് പുരോഗമനാത്മകമായ നിലപാടുകളിലൂടെ എഴുത്തിന്റെ രംഗത്തേക്ക് വന്ന കേരളത്തിലെ മലയാള നോവലുകളിൽ ഏറ്റവും മികച്ച നോവലുകൾ 10 എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒന്നായി കാണുന്ന അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയ ആരാ? അഗ്നിസാക്ഷി എഴുതിയ ലളിതാംബിക അന്തർജനത്തിന്റെ കുടുംബവുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ഒരു വിദ്യാലയം എന്ന നിലയിലാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ആവേശമുണ്ടായത്. അത്തരത്തിലുള്ള കാലഗണന. പക്ഷിമൃഗാദികൾക്കൊന്നും പിറന്നാളാഘോഷമില്ല, ഉണ്ടോ? മനുഷ്യന് മാത്രമേ കാലബോധമുള്ളൂ. ഏതെങ്കിലും പശുവിന്റെയോ പട്ടീന്റെയോ പൂച്ചേന്റെയോ പിറന്നാൾ അതിനറിയാമോ? ഇല്ല. അതിന് 2026 ഇന്ന് ജനുവരി മാസം 22-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണെന്ന് അറിയാമോ? ഇല്ല. അതിനിത് ജനുവരി മാസമെന്നോ അല്ല മകരമാസാണെന്നോ അറിയാമോ? ഇല്ല. പക്ഷിമൃഗാദികൾക്ക് കാലബോധമില്ല. നമുക്ക് കാലബോധം ഉണ്ടായപ്പോഴാണ് ബോധമുണ്ടായത്. ആദ്യമുണ്ടായത് കാലബോധമാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ഇരുട്ടും വെളിച്ചവും ഉണ്ടായിരുന്നു, പക്ഷെ രാവും പകലും ഉണ്ടായിരുന്നില്ല. ഇരുട്ടുള്ളതിനെ രാവെന്നും വെളിച്ചമുള്ളതിനെ പകലെന്നും രാവും പകലും ചേർന്നതിനെ ദിവസമെന്നും കണക്കുകൂട്ടി ഒരു വട്ടം ഭൂമി സൂര്യനെ ചുറ്റുമ്പോഴേക്ക് 365 തവണ കറങ്ങുന്നു എന്ന് കണക്കാക്കി 365 ദിവസങ്ങൾ ഉണ്ടാക്കി. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്നത് ഒരു മാസം. മാസത്തിന്റെ ഇംഗ്ലീഷ് എന്താ? മന്ത്. മന്തിന്റെ സ്പെല്ലിംഗ് എന്താ? MONTH. MON എന്ന് പറഞ്ഞാൽ എന്താ? മൺഡേ. എന്താ? തിങ്കളാണ്. മൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത്, അതാ മന്ത്. പിടികിട്ടിയ അത് 27 ദിവസമായിട്ട് ആദ്യം നിജപ്പെടുത്തിയത്. 27 ദിവസം. അത് വെച്ചിട്ട് 27 നക്ഷത്രങ്ങൾ ഓരോ ദിവസത്തിനും പേര് കൊടുത്തു. മലയാളികൾക്ക് ഓരോ ദിവസത്തിനും നമ്പർ ആയിരുന്നില്ല, ഓരോ ദിവസത്തിനും നക്ഷത്ര പേരായിരുന്നു. അശ്വതി മുതൽ രേവതി വരെ. അതുകൊണ്ട് പണ്ടത്തെ ആളുകൾ പിറന്നാൾ ആഘോഷിക്കുന്നത്, ജന്മദിനം ആഘോഷിക്കുന്നത്, കുട്ടി ജനിച്ച പേര് വിളിക്കുന്നത് 27 നക്ഷത്രവും കഴിച്ചിട്ട് കുട്ടിയുടെ ജന്മനക്ഷത്രം ഫസ്റ്റ് വരുന്ന 28ാമത്തെ ദിവസമാണ് പേര് വിളിക്കുക. പക്ഷേ കലണ്ടർ ഉണ്ടാക്കുമ്പോ ഈ കണക്കിൽ ഒരു പെശക് വന്നു. 12 മാസവും 27 ദിവസവും വെച്ച് കൂട്ടുമ്പോ 12 ഗുണിക്കണം 27 സമം 324 ദിവസമേ വരുന്നുള്ളൂ. എന്നാ ഭൂമി സൂര്യനെ ചുറ്റണമെങ്കിൽ 365 ദിവസം വേണം. അപ്പൊ ബാക്കി ഇപ്പൊ എന്ത് ചെയ്യും? ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യും? ആ ബാക്കി
ടാലിയാക്കാൻ വേണ്ടി ഭൂമി സൂര്യനെ മണ്ഡലം പൂർത്തീകരിക്കാൻ, ഈ മണ്ഡലം എന്ന് പറഞ്ഞ വട്ടം, ആ വട്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ കുറഞ്ഞ ദിവസം പൂജയും പ്രാർത്ഥനയും വ്രതത്തിനും വേണ്ടി ഒരു മാസം ഉണ്ടാക്കി. അതാ മണ്ഡലമാസം. 365 മൈനസ് 324 സമം 41 ദിവസം മണ്ഡലകാലം പിടികിട്ടിയ. ഇത് ടാലിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഈ കലണ്ടറിന്റെ തത്വം അറിയോ നിങ്ങൾക്ക്? നമ്മളിപ്പോ 2026 കലണ്ടർ ചുമരുമ്പോ തൂക്കുന്നില്ലേ? ആ കലണ്ടർ എന്ന വാക്കുണ്ടായത് ഈ ചന്ദ്രൻ കറുത്തവാവ് കഴിഞ്ഞിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുമല്ലോ. ആ ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് ഗ്രീക്കുകാർ കണക്കെഴുതുക. അമ്മാസത്തെ കണക്ക് മുഴുവൻ ചന്ദ്രക്കല കാണുന്ന ദിവസം എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് കണക്കിന് ഗ്രീക്ക് ഭാഷയിൽ കലന്ത എന്നാ പറയാ. കലന്ത എഴുതി വെക്കുന്ന ദിവസം കലണ്ടർ അന്ന് മുതൽ കലണ്ടർ മാസം ഒന്ന് കണക്കൂട്ടി. അതാ കലണ്ടർ എന്ന വാക്കുണ്ടായത്. കലണ്ടറിന്റെ മലയാളം അറിയാവോ നിങ്ങൾക്ക്? കലണ്ടർ എന്ന ഇംഗ്ലീഷിന്റെ മലയാളം അറിയാവോ? ആർക്കൊന്നും അറിയാവോ? മലയാളികളുടെ കുട്ടികൾ ആരും ഉണ്ട് ഇപ്പോ? മലയാളികളുടെ കുട്ടികളുണ്ട്. എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണോ? മലയാളികളുണ്ട് ഇവിടെ. കലണ്ടറിന്റെ മലയാളം പഞ്ചാംഗം കേട്ടിട്ടുണ്ടോ? പഞ്ചാംഗം പക്ഷെ പുസ്തക രൂപത്തിലായതുകൊണ്ട് ഇത് കലണ്ടറാന്ന് നമുക്കറിയില്ല. നമുക്ക് സ്വന്തമായ കലണ്ടർ ഉണ്ടാക്കിയിട്ട് 1201 കൊല്ലായി. അത് എവിടുന്ന് ഉണ്ടാക്കിയെന്ന് അറിയാവോ? ഇല്ല. നിങ്ങളെ വീട്ടിലെ കലണ്ടർ മുതൽ എഴുതി വെച്ചിട്ടുണ്ട് അത് എവിടുന്ന് ഉണ്ടാക്കിയത്. 1201 കാണാം. അതിന്റെ അടുത്ത ഭാഗത്ത് കൊല്ലവർഷം എന്ന് കാണാം. കൊല്ലേടിയ നിങ്ങളുടെ ജില്ലയിലെ കൊല്ലത്ത് വെച്ചാണ് കലണ്ടർ ഉണ്ടാക്കിയത്. അങ്ങനെയാ കൊല്ലവർഷം വന്നത്. മനസ്സിലായോ? കൊല്ലവർഷം 1201. ഞാനിത് ഇത്രയേറെ ഇങ്ങനെ പറഞ്ഞു എന്താണെന്നറിയോ? നമുക്ക് കാലബോധമുണ്ട്. നമ്മൾ മരിക്കുമെന്ന് ഭയമുണ്ട്. അങ്ങനെ ദൈവവിശ്വാസം ഉണ്ടായേ. മരണം ഒരു നാൾ ഓർക്കുക മർത്യാ നീ എന്ന്. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ എന്ന് പാടും. മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയില്ല. ആടെ എന്തൊക്കെ ഒരു ആവശ്യം വന്നെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാക്കുന്നു? മനസ്സിലായോ? ആ മരണത്തിന് ശേഷമുള്ള കാലം, നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് എന്നതിന് സംസ്കൃതത്തിൽ പറയാ ഭൂതം എന്നാണ്. സംഭവിച്ചതിന് എന്ത് പറയും? ഭൂതം. ഈ ഭൂതപ്രേതങ്ങളില്ലേ പണ്ടുണ്ടായിരുന്നു, നിങ്ങളൊന്നും കാലത്തില്ല. ഇപ്പൊ സിനിമയിലേ ഉള്ളൂ പ്രേതം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന പ്രേതമല്ല ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ സിനിമയിൽ സർവം മായ എന്ന് പറഞ്ഞ സിനിമയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന പ്രേതം അല്ലേ? അതും കണ്ടിട്ട് കുറെ നമ്മൾ പൊട്ടന്മാരിങ്ങനെ പോയി ഇരിക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പൊ നാട്ടില് പ്രേതമില്ല. എപ്പോഴാണ് നാട്ടിലെ പ്രേതം പോയെന്നറിയോ? നാട്ടിലാകെ വൈദ്യുതി വന്നില്ലേ? വൈദ്യുതി വന്നപ്പോ ഈ പ്രേതങ്ങൾ നിലത്തൂട്ട നടക്കൂല, ആകാശത്തൂട്ടിയാ പോവുക. നാട്ടിലാകെ ഇലക്ട്രിക് ലൈനില്ലേ? ഈ ലൈന് തട്ടിയിട്ട് എല്ലാം ഷോക്കടിച്ച് ചത്തുപോയി. പ്രേതങ്ങളെല്ലാം ഷോക്കടിച്ച് ചത്തു. മനസ്സിലായോ? അതാണ് ഇപ്പൊ നാട്ടില് പ്രേതമില്ല. പ്രേതത്തെ ഭൂതം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മരണം സംഭവിച്ചത് കൊണ്ടാണ് ഭൂതം എന്ന് പറയുന്നത്. സംഭവിച്ചത് ഭൂതം. അപ്പൊ ഇത് ലോകം ആരാ ഉണ്ടാക്കിയ ഒരു ചിന്തയുണ്ടായി. നിലനിൽക്കുന്നതാരാ? ഇതിനെ സംഹരിക്കുന്നതാരാ? ഇങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് ദൈവവിശ്വാസം ഉണ്ടായത്. കാലബോധത്തിൽ നിന്നാണ് ദൈവവിശ്വാസം ഉണ്ടായത്. ആ ദൈവം എന്ന് പറഞ്ഞാൽ കയ്യും കാലിലുള്ള ആളായിട്ടായിരുന്നില്ല. ദൈവത്തെ ആദ്യം പ്രാർത്ഥിച്ചത് ഏത് ദൈവത്തെയാണെന്നറിയോ? ആദ്യം പ്രാർത്ഥിച്ച ദൈവം, ലോകത്താദ്യം പ്രാർത്ഥിച്ച ദൈവത്തെ നിങ്ങൾ ആരും ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല. പിന്നത്തെ പൊട്ടന്മാർ കാണിച്ചു തന്ന ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുന്നു. ആദ്യം പ്രാർത്ഥിച്ച ദൈവത്തെ കുട്ടികൾ ആരും പ്രാർത്ഥിക്കുന്നില്ല. അതാണ് ഇന്നത്തെ കുട്ടികൾ വഷളന്മാരാവുന്നത്. നാളെ മുതൽ ആ ദൈവത്തെ പ്രാർത്ഥിക്കണം. അത് പ്രത്യക്ഷ ദൈവമാണ്. പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽശൈലാഗ്രസംഗത്തിൽ നിന്ന് അഗ്രേ പശ്യാമി തേജോ വലയിത രൂപം. അവിടെ അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി ഒരു ദൈവം കിഴക്ക് നിന്ന് ഉദിച്ചു വരും. ഇവിടുന്ന് ഉദ്ഘാടകൻ വിളക്ക് കത്തിക്കുമ്പോ
ഇവിടുന്ന് ഒരാൾ പറഞ്ഞു അങ്ങേ ഭാഗത്ത വിളക്കാ കത്തിക്കണ്ട്. അതിന്റെ കാരണം അറിയാവോ? തിരി കത്തിക്കണ്ട ആദ്യം കിഴക്ക് ദിക്കില്ല. കാരണം സൂര്യൻ ഉദിച്ചു വരുന്ന കിഴക്ക് ദിക്കാൻ. എല്ലാ ദിവസവും നമുക്ക് വെളിച്ചം നൽകുന്ന സൂര്യനില്ലേ, അതാണ് പ്രത്യക്ഷ ദൈവം. ആ പ്രത്യക്ഷ ദൈവത്തെയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചെന്നറിയാവോ? ധിയോ യോ ന പ്രചോദയാത് ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭർഗസ് എന്ന് പറഞ്ഞ ഊർജം, ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ. ധീ എന്ന് പറഞ്ഞ ബുദ്ധി, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമായി തീരൂ എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം തരുന്നവനെ നീ അകത്ത വെളിച്ചമായി മാറൂ. സൂര്യന്റെ പ്രകാശത്തെ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായ ദിനോസറുകൾ കണ്ടിരുന്നു. ആനകളും കടുവകളും പോത്തും മുതലയും അരണിയും തേളും പാമ്പും എല്ലാം വെളിച്ചം കണ്ടിരുന്നു. പക്ഷെ അവർക്കൊന്നും അകത്ത വെളിച്ചം ഉണ്ടായിരുന്നില്ല. സ്വന്തം പേരറിയുന്ന ഒരു ജീവി ലോകത്തില്ല. നായ്ക്കറിയോ നായിന്റെ പേര് നായിയാണെന്ന്? അറിയോ? താൻ ആനയാണെന്ന് അറിയുന്ന ആനയുണ്ടോ ഈ ലോകത്ത്? ഇല്ല. ലോകത്തിൽ സകലത്തിനും പേരിട്ട് ആരാന്നറിയോ? മനുഷ്യൻ. ദൈവത്തിന് പേരിട്ട് ആരാന്നറിയോ? മനുഷ്യൻ. മനുഷ്യനാണ് എല്ലാറ്റിനും പേരിട്ടത്. പിടികിട്ടിയോ? മനുഷ്യനാണ് ഭൂമിക്ക് ഭൂമി എന്നും ആകാശത്തിന് ആകാശം എന്നും പേരിട്ടത് മനുഷ്യനാണ്. ദൈവത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കിയതാരാ? മനുഷ്യനാണ്. അല്ല അത് ഏതെങ്കിലും ദൈവം സെൽഫി എടുത്ത് അയച്ചു തന്ന അല്ല. ദൈവം ഇങ്ങനെയാണെന്ന് കവികൾ വർണ്ണിച്ചു. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും എന്ന് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് കണ്ടിട്ട് ചിത്രകാരന്മാർ വരച്ചു വെച്ചു കൃഷ്ണനെ, ശില്പികൾ കൊത്തിവെച്ചു വിഷ്ണുവിനെ. അങ്ങനെ ദൈവങ്ങളെ പേര് കൊടുത്തതും ചിത്രവും രൂപവും കൊടുത്തതും മനുഷ്യനാണ്. എങ്ങനെയാ മനുഷ്യന് സാധിച്ച? മനുഷ്യന്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഉള്ളത് കൊണ്ടാണ്. ആ വെളിച്ചം തരണേ സൂര്യ, അകത്ത വെളിച്ചം തരുന്നേ സൂര്യ. കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്നാ പറയാ, അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടി എന്നാ പറയാ. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ കുട്ടികൾക്ക്? യാസ്. മോന്റെ പേരെന്താ? ഇങ്ങോട്ട് വാ. ആയിഷ അത് കണ്ടുപിടിച്ചു. കൺഗ്രാജുലേഷൻ. എത്രയല്ല പഠിക്കുന്നത്? ഓൻ പറഞ്ഞു പുറത്ത് വെളിച്ചം തരുന്നത് ഇലക്ട്രിസിറ്റിന്റെ മന്ത്രി കൃഷ്ണൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നോനാണെന്ന് പറഞ്ഞു കേട്ടാ. അതാണ് മനസ്സിലായോ? അപ്പോ ഈ സ്കൂളിലെ ആളെ എണ്ണം കുറവാണെങ്കിൽ ഉള്ള ഭയങ്കരന്മാരാന്ന് മനസ്സിലായില്ലേ? അതാണ് നല്ലൊരു ലൈക്ക്. മനസ്സിലായോ? അതാണ് അകത്ത് വെളിച്ചം ഉണ്ടാക്കണം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അല്ലേ? അതാണ്. ആ അകത്ത വെളിച്ചം വർദ്ധിപ്പിക്കുന്നവനാണ് സൂര്യൻ. അതുകൊണ്ട് രാവിലെ മക്കളെ നിങ്ങള് 8 മണി വരെ കിടന്നുറങ്ങരുത് കേട്ടോ. 12 മണി വരെ മൊബൈലിൽ നോക്കി 8 മണി വരെ കിടന്നുറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ ഇപ്പൊ അത് തിരുത്തുക. നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരുക. എന്നിട്ട് ഉദിച്ചു വരുമ്പോ